വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇന്നലെ പബ്ലിഷ് ചെയ്തു. 363, 364, 2025 കാറ്റഗറി നമ്പറാണ് വരുന്നത്. സോ നമ്മൾ ഇന്നലെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോച്ചിങ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല നമ്മുടെ ചാനലിലൂടെ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആരംഭിക്കുകയാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്ന റിക്വസ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ സിലബസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിൻ്റെ വാരിയസ് ബോർഡ്സ്, കമ്പനി, കോർപ്പറേഷൻസിലോട്ടുള്ള പോസ്റ്റിൻ്റെ പ്രീവിയസ് സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല MCQ പ്രാക്ടീസ്, PDF നോട്ട്സ് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ സിലബസ്. ഇതിനേക്കാൾ മുമ്പുണ്ടായിരുന്നത് ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഖാദി, ഗ്രാമോദ്യോഗ്, ഭവൻ, ഗോഡൗൺ കീപ്പർ, ആ കാറ്റഗറി നമ്പർ 62, 2020, 63, 2020. പിന്നെ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്. നമ്മൾ ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനില്ലേ, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ്, വാരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ് ബോണ്ട്സ് 610, 611. അപ്പോൾ അതിൻ്റെ സിലബസാണ്. ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് പലരും ലിസ്റ്റിലുണ്ടായിരുന്നു, ഞാനും ലിസ്റ്റിലുണ്ടായിരുന്നതാണ് ഇതിൻ്റെ. അപ്പോൾ ഇതാണ് സിലബസ്, 10 മൊഡ്യൂള്. ആദ്യത്തെ ഇത് പ്രീവിയസ് സിലബസ് ആണ്. ഇപ്രാവശ്യവും ഇത് തന്നെയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BCom ബേസ്ഡിൻ്റെ മിക്കതും ഇത് തന്നെയാണ് വരാറ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇപ്രാവശ്യം സിലബസ് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അറ്റ് പ്രസൻറ്റ് നമ്മൾ പ്രീവിയസ് സിലബസ് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സസൊക്കെ ആരംഭിക്കുന്നത്. ഇപ്പോൾ KFC അസിസ്റ്റൻ്റിൻ്റെ എക്സാമിൻ്റെ സിലബസ് ഇതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 അക്കൗണ്ടിങ് ആണ്. അതിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതിൻ്റെ കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, ട്രേഡിംഗ് P&L, ബാലൻസ് ഷീറ്റ്. 6 ആണ് ആദ്യത്തെ പോർഷനിൽ. ദെൻ പാർട്ണർഷിപ്പ്, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡിസൊല്യൂഷൻ, റിയലൈസേഷൻ ക്യാപിറ്റൽ, ഇൻസോൾവൻസി. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ KFC അസിസ്റ്റൻ്റ് അതേ സിലബസ് അക്കൗണ്ടിങ്ങിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ദെൻ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്റ്റോക്ക് റീപർച്ചേസ്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ബേസിക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസ് തന്നെയാണ് ഇവിടെയുള്ള. നല്ല കംഫർട്ടബിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു മൊഡ്യൂൾ. ദെൻ നന്നായി പഠിക്കാനും ഉണ്ട് കേട്ടോ. ദെൻ നമുക്കറിയാം ഇപ്പോൾ BCom ബേസ്ഡ് എക്സാംസിൻ്റെ പാറ്റേൺ കുറച്ചും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമ്മൾ സാധാരണ ഡയറക്റ്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ഇപ്പോൾ ഇന്നലെ KFC അസിസ്റ്റൻ്റ് എക്സാം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ സാധിക്കും, മെജോറിറ്റി ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, ദെൻ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഡൗൺ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻ്റ് ആണ്. നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, തോട്ട് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് തിയറീസ്, മോട്ടിവേഷൻ തിയറീസ്, TQM. മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ നല്ല ഡെപ്തിൽ മനസ്സിലാക്കണം. സിലബസ് ഇത്രയുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ വരുമ്പോൾ കൺസെപ്റ്റ് മാത്രം എടുത്തുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് എക്കണോമിക്സ് ആണ്. മാനേജർ എക്കണോമിക്സ്, ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻറ്റ്, then demand forecasting, theory of production, pricing policies and practices, business
സൈക്കിൾ. പിന്നെ മൊഡ്യൂൾ 6 കമ്പനി ലോ, ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് committees, audit committee, board meetings, disclosure and transparency, annual return, winding up, voluntary winding up by national company law tribunal, winding up by liquidators, procedure for liquidation ആണ് കമ്പനി ലോയിലത്തെ. നെക്സ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. കഴിഞ്ഞ എക്സാമ്പിൾ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്ന ഒരു ഏരിയ. 10 ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാത്തിലും വരാം. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, capital market instruments, primary market, methods of flotation of capital, public issue, IPO, FPO, procedure of public issue, book building process, secondary market, functions of stock exchange. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, BSE, NSE, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ. ലിസ്റ്റിംഗ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ. ഇൻകം ടാക്സ് ആക്ട്, basic concepts, assessment year, previous year, person SSC, then income, gross total income, rates of tax applicable to individual SSC, പിന്നെ ഹെഡ്സ് 5 ഹെഡ്സ്, ഡിഡക്ഷൻ, എക്സംഷൻ, ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ് റിട്ടേൺ, പിന്നെ ടാക്സ്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, factors influencing consumer buying decision, customer relationship management, then market segmentation, product meaning, then product ne pattiyulla കാര്യങ്ങൾ, PLC, stages of PLC, promotion, types of promotion. okay, then last module വരുന്നത് auditing ആണ്. audit process, internal check, preparation before audit, audit program, audit process, audit notebook, audit working papers, audit files, internal control, internal check, vouching and verification, auditors of joint stock companies, investigation versus auditing. ഇതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഇതിനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്ന സിലബസ്. ഇത് തന്നെയായിരുന്നു KFC അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ BCom ബേസിൽ വരുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിലബസ് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്ന പല കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. എങ്കിലും എക്സാമിൻ്റെ ടഫ് കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഡയറക്റ്റ് വരുന്നത്. നല്ല രീതിയിലുള്ള എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ വേക്കൻസീസ് നല്ല രീതിയിലുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏറ്റവും ഒരു സുവർണ അവസരമാണ്. പരമാവധി നല്ല രീതിയിൽ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡേറ്റ് വന്നാലാണ് കറക്റ്റ് ഒരു ഫ്രെയിം വർക്കൊക്കെ വെച്ച് ഇത്ര ദിവസത്തിനുള്ളൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. എന്നാലും നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് മുതലുള്ള നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സ്റ്റേജ് അല്ലെ, ഫസ്റ്റ് ഒരു സ്റ്റെപ്പ്, അതിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.